അസ്സലാമലൈക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ വന്നിരുന്നു, നിങ്ങളും ആത്മീയ മേഖലയിലല്ലേ എന്നുള്ളത്. അതിലേക്കായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ഒരു ബാല്യം ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ വാപ്പ ചികിത്സാ മേഖലയായിട്ട് അന്തമാൻ നിക്കോബാർ പല പല നാടുകളിൽ, ബാംഗ്ലൂർ, മൈസൂർ, അങ്ങനെ കൊടുകിൽ, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. കൊഴുതന, വൈത്തിരി, അങ്ങനെ. അപ്പോൾ ബാല്യം പല പല സ്കൂളുകളിൽ പല പഠനങ്ങൾ കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ വാപ്പാനോട് പറയും, വാപ്പ നമുക്ക് ബിസിനസ് ചെയ്യാം, ചികിത്സ ഒന്നും വേണ്ടെന്ന് പറയും. അപ്പോൾ വാപ്പ പറയും, നമ്മളെ വാപ്പാരെ നിയമത്താണ്, ബർക്കത്താണ്, വാപ്പൊട്ടി, അങ്ങനെ ഒന്നും ചിന്തിക്കരുതെന്ന് പറയും. അങ്ങനെ ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ശേഷം ഒരുപാട് ട്രാജഡികളിലൂടെ ലൈഫ് പോയി. അപ്പൊ ഞാൻ എൻ്റെ ആത്മകഥയിൽ വ്യക്തമായിട്ട് അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോകാറില്ല. ഒരു മനുഷ്യനെ കേൾക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട്, അവരെ സമീപിക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട്. പക്ഷെ ഞാൻ ഉള്ളൊരു മേഖല എന്ന് കരുതിയിട്ട് ഇതിലെ നെറികേടുകളെ അല്ലെങ്കിൽ ഇരുട്ടിനെ ഞാൻ പറയാതിരിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് ശത്രുക്കൾ ഉണ്ടോയെന്ന് വെച്ചാൽ ഒരുപാട് ശത്രുക്കളുണ്ട്. ഇവരൊക്കെ ഒരു ഒറ്റ കെട്ടാണ്. എൻ്റെ വാപ്പാൻ്റെ അതേ ഫോട്ടോ കോപ്പിയാണ് ഞാനിന്ന് എല്ലാവരും പറയും. വാപ്പാക്ക് മരണം വരെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. വാപ്പ ആക്സിഡന്റിൽ മരിച്ചപ്പോൾ അത് ആഘോഷിച്ച കുടുംബങ്ങൾ വരെ ഉണ്ട്. ഇപ്പൊ കണ്ടില്ല, ഞങ്ങളെ കുരുത്തകൾ കട്ടി, പിന്നെ അവനെ റോട്ടിൽ നിന്ന് പെറുക്കി കൂട്ടിയില്ലേ എന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ട്. പക്ഷെ അതൊക്കെ കേട്ടിട്ടും സഹിച്ചൊരു മോളാണ് ഞാൻ. എന്ന് വെച്ച് എൻ്റെ നിലപാടുകൾ ഒരിക്കലും മാറിയിട്ടില്ല. എന്നും ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ എങ്ങനെയാണ് ഇതിനെ കുറിച്ച് അന്വേഷിച്ചാലറിയാം. ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിലൊരു മനസാക്ഷിയോട് നീതി പുലർത്താറുണ്ട് ഞാൻ. അപ്പോൾ ഈ ചികിത്സ എല്ലാം ചോദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ പല പല ബിസിനസ്സുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. 2009 മുതൽ ഹെർബൽ ലൈഫിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായി കർണാടകയിൽ. അത് കഴിഞ്ഞ് കുറേ ബിസിനസ്സിൽ ലോസ് വന്നു. പിന്നെ ഞാൻ ഈ ബ്രൈഡൽ ആൻറ്റിക് ഓർണമെൻറ്റ്സിൻ്റെ ഷോപ്പ്, 5-8 ഷോപ്പ് ഉണ്ടായിരുന്നു. കൊറോണയിൽ കുറേ ലോസ് വന്നു. പക്ഷെ ഞാൻ എപ്പോഴും വീണോടുത്ത് കിടന്നിട്ടില്ല. ആ വീഴ്ചയിൽ നിന്നൊക്കെ എണീക്കാൻ നോക്കിയിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. പല പല ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. മാട്രസിൻ്റെ ഹോൾസെയിൽ ഡീലറായിട്ടുണ്ട്. പിന്നെ എന്തും ഇപ്പം ഈ ഒരു മധ്യസ്ഥത കാര്യങ്ങളൊക്കെ പല രീതിയിലുള്ള എടുക്കുമ്പോഴും ഞാൻ എൻ്റെ സമയത്തിനും എൻ്റെ അധ്വാനത്തിനും ഞാൻ വില പറയാറുണ്ട്. അത് ഞാൻ പറഞ്ഞ് മേടിക്കാറുണ്ട്. എന്നാൽ ഞാൻ കൊടുക്കേണ്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് ഞാനൊരു നന്മമരായിട്ട് നല്ലവെള്ള ചമയാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ പല വീഡിയോസും കണ്ട് പലരും എന്നെ വിളിക്കുമ്പോഴും ഞാൻ അവർക്ക് കിട്ടണമെന്നില്ല. ഞാനത് വലിയ സംഭവമായതുകൊണ്ടല്ല. ബാംഗ്ലൂരിലും നാട്ടിലും കൂടിയാണ് ഞാൻ ഉണ്ടാവാറുള്ളത്. നാട്ടിൽ മഞ്ചേരി പന്തല്ലൂരാണ് എൻ്റെ സ്വദേശം. പക്ഷെ ഞാനുള്ളത് വെള്ളിക്കാപ്പറ്റയാണ്. പിന്നെ ഞങ്ങൾ വലിയങ്ങാടിയാണ്, പെരിന്തൽമണ്ണ വലിയങ്ങാടിയാണ് വാപ്പാൻ്റെ തറവാടൊക്കെ. ഊരും പേരും തറവാടും അസ്തിത്വമൊന്നും ഇല്ലാത്ത വ്യക്തിയൊന്നുമല്ല. അതുകൊണ്ട് എനിക്കത് ആരെങ്കിലും മുന്നിൽ തെളിയിക്കേണ്ട നിവർത്തികേടുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആരെന്ത് പറഞ്ഞാലും അതിനൊന്നും പ്രതികരിക്കാൻ പോവാത്തത്. പിന്നെ എനിക്കറിയാം, സോഷ്യൽ മീഡിയനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. 16 വർഷമായി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫുൾ ആക്റ്റീവായിട്ടുള്ള വ്യക്തിയാണ്. ഈ സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റിയിൽ കുറേ കമൻ്റ് അടിച്ചിട്ടും പോസ്റ്റ് ഇട്ടിട്ടും ഒക്കെ തന്നെ ഞാൻ ഈ 16 വർഷമായിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ അതിന് പോസിറ്റീവ് നെഗറ്റീവും ആയിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുമെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്കെതിരെ വന്നിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കുക ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കെതിരെ. പക്ഷെ ഞാൻ നിൽക്കുന്ന മേഖലയിലുള്ള തട്ടിപ്പുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഇരുട്ടിനെ കുറിച്ചാണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് വ്യക്തത ഇല്ലാത്തൊരു കാര്യത്തിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. പക്ഷെ വ്യക്തത ഉള്ള കാര്യമായതുകൊണ്ടും ഇതിനെക്കുറിച്ച് അറിവുള്ളതുകൊണ്ടും അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഭാഷ മനസ്സിലാവണവർക്ക് എന്നെ മനസ്സിലാവും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ എന്നിലേക്ക് എത്തിയ ഒരുപാട് മനോഹരമായ ബന്ധങ്ങളും എനിക്കുണ്ട്. എല്ലാവരും ചോദിക്കുമല്ലോ, എന്താണ് നിങ്ങൾ ആത്മീയതയിൽ നിന്നുകൊണ്ട് ഇതിനൊക്കെ വിമർശിക്കണം, നിങ്ങൾ ചെയ്യുന്ന ജോലിയാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴൊക്കെ എന്തൊക്കെയോ ഒരു ശരികേടിനെ ശരി വെച്ചു എന്നുള്ള ഒരു കുറ്റബോധം മനസ്സിലുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ സമൂഹത്തിലേക്ക് ഒരു പുസ്തകം എഴുതി, ആത്മീയ കലാപങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എൻ്റെ എല്ലാ വഴികളും ഞാൻ വന്നത് എത്തിപ്പെട്ടത് എല്ലാം ഈ ആത്മീയ കലാപം എന്നുള്ള എൻ്റെ പുസ്തകം, ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് സമൂഹത്തിന് സമർപ്പിച്ചതിൻ്റെ ശേഷം പൂർണ്ണമായിട്ടും ഞാൻ അതിനെക്കുറിച്ച് പറയണം. ആരെങ്കിലും ഒരാൾ കേട്ടാൽ ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കിയാൽ അത്ര സന്തോഷം എന്നുള്ള രീതിയിലാണ് ഞാൻ അത് എഴുതിയിട്ടുള്ളത്. 256 പേജുകളിലായിട്ട്. ഇതിൽ ജിന്നും ശൈത്താനും സീറും ഷിർക്കും എല്ലാ മായാജാലങ്ങളും ആഭിചാരങ്ങളും, അതുപോലെ തന്നെ കണ്ണേറ്, മുട്ടുകെട്ട്, കൺകെട്ട്, മുഖക്കെട്ട്, പിന്നെന്താണ് എന്തൊക്കെയാണുള്ളത് അതൊക്കെ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. മഷിനോട്ടം, വാസ്തുശാസ്ത്രം, കൈവിഷം, അതിൻ്റെ പിന്നാമ്പുറ കഥകൾ, കൈവിഷം എടുക്കുന്നത് എങ്ങനെയാണെന്ന്, മറ്റുള്ള ഈ ആത്മീയ വ്യാപാരങ്ങൾ, ആത്മീയ വ്യവസായങ്ങൾ എങ്ങനെ കെട്ടിപ്പടുക്കണം, എല്ലാം എഴുതി ഞാൻ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നെ ചെറുപ്പം മുതലേ അറിയുന്നവർക്ക് എൻ്റെ വ്യക്തിത്വം അറിയാം. അല്ലാത്തവരെ മുന്നിൽ ഞാനൊരു തുറന്ന പുസ്തകമായിട്ട് അവർക്ക് വേണ്ടി സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ഇസ്ലാമിസ്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഭൗതികതനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു വിശ്വാസിയാണ്, സുന്നിയാണ്. പക്ഷേ ചില പോരായ്മകൾ മനുഷ്യർക്കുണ്ടാവും. നമ്മൾ മലക്കുകളൊന്നുമല്ല, നൂലിൽ കെട്ടി ഇറക്കിയതുമല്ല. അപ്പോൾ അതിൻ്റെതായ ഞാനൊരു വിശുദ്ധനെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കണമില്ല. ചിലപ്പോൾ മുഖം കാണിച്ചതിനെ വിമർശിക്കും ചിലർ. അപ്പം മുഖം മറച്ചിട്ടാണെങ്കിൽ എൻ്റെ ശബ്ദം, സ്ത്രീയുടെ ശബ്ദം പുറത്തേക്ക് വരാൻ പാടില്ല. ഇന്നത്തെ കാലഘട്ടമാണ്. എൻ്റെ നേരറിവുകൾ എനിക്ക് സമൂഹത്തോട് പറയണമെന്നുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്നത്. ഒരുപാട് നെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ എനിക്ക് സമൂഹത്തോട് തുറന്ന് പറയാനുണ്ട്. അതിലെനിക്ക് വേറെ പ്രോഫിറ്റ് ഒന്നുമില്ല. എനിക്കുള്ളത് ഇന്ന അറിയണ മനുഷ്യർ എന്നിലേക്ക് എത്തും. അതെന്തിനെത്തും? ഒരു ചികിത്സക്ക് മാത്രമല്ല, എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ശരികളിലൂടെ നടക്കണ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം, ആ ശരി ചിന്തിക്കണ ആളുകളുണ്ടെന്നുള്ള ആ ഒരു സംതൃപ്തിക്ക് വേണ്ടി. അത്രേ ഉള്ളൂ.